ഈ ഗായ്സ് ടോപ്പ് ഫോം എന്ന സീരീസിലെ എപ്പിസോഡ് 4ന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ വീഡിയോന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഉറങ്ങിക്കിടക്കുന്ന അഖിന്റെ വീഡിയോ എടുക്കുന്ന ജിന്നിനെയാണ് കാണുന്നത്. അഖിൻ എന്തോ കേട്ട് എഴുന്നേറ്റതും മുമ്പിൽ തുണിയില്ലാണ്ട് ഫോണും പിടിച്ചോണ്ട് നിൽക്കുകയാണ് ജിന്ന്. നോക്കുമ്പോ അവന്റെ ദേഹത്തും ഡ്രസ്സില്ല. ഇതേതാ സ്ഥലം? ഞാനെന്താ ഇവിടെ? പേടിക്കണ്ട, ഇത് എന്റെ അപ്പാർട്ട്മെന്റ് ആണ്. ഇന്നലെ നീ അടിച്ച് ഫിറ്റ് ആയോണ്ട് ഞാനിങ്ങോട്ട് നിന്നെ കൊണ്ടുവന്നതാണ് കിൻ. ഞാനോ? അടിച്ച് ഫിറ്റ് ആവാനോ? അല്ല, എന്നെ കിന്നെന്ന് വിളിക്കാൻ നിനക്കാരാ പെർമിഷൻ തന്നത്? വേറാര്? നീ തന്നെ. ദേ നോക്ക്. ഇതും പറഞ്ഞ് ജിന്ന് ഇന്നലെ നടന്നതൊക്കെ അഖിന് കാണിച്ചു കൊടുത്തു. ഇന്നലെ അവരെ ഡ്രിങ്ക്സ് കഴിക്കാൻ പോയല്ലോ, അവിടെ വെച്ച് കുടിച്ച് ഫിറ്റായി അഖിൻ എന്തൊക്കെയോ കോപ്രായം കാണിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ ജിന്ന് വീഡിയോ എടുത്തു. എന്നിട്ട് ജിന്ന് കുറച്ച് പൈസ അഖിന് കൊടുത്തിട്ട്, ഇന്നാ ഇത് വെച്ചോ, ഇതിന് പകരം ഞാൻ നിന്നെ കിന്നെന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അടിച്ച് ബോധമില്ലാണ്ടിരിക്കണോണ്ട് തന്നെ അഖിൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. അഖിൻ ഇതൊക്കെ കണ്ടിട്ട് ആകെ തൊലിയുരിഞ്ഞു. അല്ല, നീ എന്താ എന്നെ ചെയ്തേ? എന്റെ ദേഹത്തെ തുണി എവിടെ എന്ന് അഖിൻ ചോദിച്ചു. ഓ അതോ, അത് നീ വാള് വെച്ചു, അപ്പൊ എന്റെ ദേഹത്തും നിന്റെ ദേഹത്തും ആയി ഛർദില്. അപ്പൊ പിന്നെ ഞാന് ഡ്രസ്സൊക്കെ മാറ്റി. ആഹാ, അങ്ങനെയാണോ? എങ്കിൽ പിന്നെ നിന്റെ തുണി എവിടെ? ഇത് നിന്റെ അപ്പാർട്ട്മെന്റ് അല്ലേ, നിനക്കൊരു തുണി എടുത്തിട്ടൂടായിരുന്നോ? ഞാനെങ്ങനെ തുണി എടുത്തിടാനാ? നീ എന്നെ കെട്ടിപ്പിടിച്ചോണ്ടല്ലേ ഇന്നലെ കിടന്നേ. എനിക്കൊന്ന് ശ്വാസം വിടാൻ പോലും നീ സ്ഥലം തന്നിട്ടില്ല. എടാ നുണയാ, നീയും ആ സിഗ്മക്കാരും കൂടെ പ്ലാൻ ചെയ്തല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്കെല്ലാം അറിയാം. ഈ വീഡിയോ വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള പരിപാടിയല്ലേ. ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടേ? നീ പറയണ എന്ത് വേണേലും ഞാൻ ചെയ്യാം. നീ എന്ത് ചെയ്യാൻ തയ്യാറാണോ? എങ്കി ഞാൻ നിന്നെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ. ഇതും പറഞ്ഞ് ജിന്ന് അഖിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അഖിന് ചെറുതായിട്ടൊരു ഉമ്മയും കൊടുത്തു. അഖിനാണേല് കിളി പോയി ജിന്നിന്റെ ഫോണും എടുത്തോണ്ട് ബാത്റൂമിൽ കയറി. എന്നിട്ട് അവൻ അതിൽ കണ്ട വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവൻ ഒരു വീഡിയോ മാത്രം ഡിലീറ്റ് ചെയ്തില്ല. ആ വീഡിയോയില് ജിന്ന് അഖിനെ വൃത്തിയാക്കുന്നതായിട്ടാണ്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ജിന്ന് അഖിന് ഇടാൻ വേണ്ടിയിട്ട് അവന്റെ ഒരു ഡ്രസ്സ് ബാത്റൂമിൽ ഓൾറെഡി ഹാങ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ മാറിയിട്ട് അഖിൻ പുറത്തേക്ക് വന്നപ്പോൾ ജിന്ന് ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുവന്നു. ഇന്നിപ്പോ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് അഖിന് ജിന്നിന്റെ കൂടെ വേണം പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫുഡ് കഴിക്കാനുള്ള സമയമൊന്നുമില്ല. ഫുഡ് ജിന്നിന്റെ കാർ ഇരുന്ന് വേണം കഴിക്കാൻ. ഞാൻ നിന്റെ കൂടെ ഒന്നും വരുത്തൊന്നുമില്ല, ഞാൻ സൈനെ വിളിച്ചോളാം, അവൻ വന്ന് എന്നെ പിക്ക് ചെയ്തോളും. ഏയ്, സൈനെ ഞാൻ ഇന്നലെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവൻ പറഞ്ഞു കുഴപ്പമില്ല, നിന്റെ കൂടെ കൊണ്ടുവന്നോളാൻ. എന്നാൽ ഇത് വിശ്വാസം വരാതെ അഖിൻ സൈനെ വിളിച്ചു. സൈനാണെങ്കിൽ ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞിട്ട് അവന്റെ കോള് കട്ടാക്കി വിട്ടു. ജിന്നപ്പ അങ്ങോട്ടേക്ക് വന്നിട്ട്, ദേ ഈ ഒരു വീഡിയോ നീ ഡിലീറ്റ് ആക്കാൻ മറന്നുപോയല്ലോ, ഇന്നാ ഡിലീറ്റ് ആക്കിക്കോന്നും പറഞ്ഞ് ഫോണ് അഖിന്റെ നേരെ കാട്ടി. എന്നാ അഖിനാണെങ്കില് നിന്റെ ഫോണല്ലേ, നീ തന്നെ അങ്ങ് ഡിലീറ്റ് ആക്കിക്കോ, ഡിലീറ്റ് ആക്ക്, നീ ഡിലീറ്റ് ആക്ക് എന്നും പറഞ്ഞോണ്ട് നിന്നു. ജിന്നപ്പോ വേണ്ട, ഇത് ഞാൻ തന്നെ സൂക്ഷിച്ചോളാന്ന് പറയാണ്. ഈ വീഡിയോ എങ്ങാനും ലീക്കായ എന്റെ മോനെ നീ നോക്കിക്കോ. ഞാനിതെവിടെ പോസ്റ്റ് ചെയ്യൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, ഇന്നലെ ഞാനൊരു 1000 രൂപ തന്നിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കാൻ വേണ്ടിട്ട് നിക്കായിരുന്നു. പക്ഷേ എനിക്കത് ചോദിക്കാൻ വേണ്ടിട്ട് പറ്റിയില്ല. ഞാനൊന്ന് ഇപ്പൊ അത് ചോദിച്ചോട്ടെ. എന്താ കാര്യം? അത് ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്തോട്ടെ. അഖിനാണെങ്കിൽ ഇവൻ എന്തോ വലുതായിട്ട് ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഇങ്ങനെ ഒരുമാതിരി നിൽക്കായിരുന്നു. ഈ ചെറിയ കാര്യത്തിനാണ് ഇവൻ ഇത്രയും ബിൽഡപ്പ് കൊടുത്തേന്ന് പറഞ്ഞിട്ട് എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അഖിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അന്നത്തെ ഷൂട്ടിങ്ങില് അവരുടെ പെർഫോമൻസ് കണ്ടിട്ട് ജേഡും ഡയറക്ടറും ഇവരുടെ കെമിസ്ട്രി കൊള്ളാലോ, രണ്ടാളും ഇംപ്രൂവ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. അവര് കോസ്റ്റ്യൂം മാറുന്ന ടൈമില് ജിന്നിന്റെ അസിസ്റ്റന്റ് വന്നിട്ട് ഫാൻസുമായിട്ട് ഒരു ലൈവ് ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവര് അഖിനോടും ലൈവില് വരുമോ എന്ന് ചോദിച്ചു. അഖിനാണെങ്കിൽ അങ്ങനെ ലൈവ് ഒന്നും ചെയ്തിട്ടില്ല. ഇതവന്റെ ഫസ്റ്റ് ടൈമാണ് ഈ ലൈവില് വരുന്നത്. ജിന്ന് അഖിനെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിക്കുന്നുണ്ട്. ഫാൻസിനൊരു ഹായ് കൊടുക്കുക, ഹലോ പറയുന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അവരതിലെ കമന്റ്സ് വായിച്ചു നോക്കി. അതിലൊരു കമന്റ് ഇങ്ങനെയാണ്: അഖിനെ ഞാൻ 21 ദിവസം ഫോളോ ചെയ്താൽ സംഭവം സെറ്റ് ആവൂ. ഇതെന്താ ഈ 21 ദിവസം എന്ന് അഖിൻ ചോദിക്കുമ്പോ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, അതായത് 21 ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി ഉണ്ട്. 21 ദിവസം ഒരേ കാര്യം തന്നെ ചെയ്യുവാണെങ്കിൽ അത് നമുക്കൊരു ശീലമാവും. ഇത് നമ്മൾ ലവിന്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്താൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മളെ ഇഷ്ടമാവാൻ ഒരു ചാൻസ് ഉണ്ട്. എങ്കിൽ ഞാൻ നിന്നെ ഫോളോ ചെയ്തോട്ടെ? അല്ല, ഫാൻസ് ചോദിച്ചില്ലേ, അവര് ഫോളോ ചെയ്തോട്ടേന്ന്. നിനക്ക് പറ്റുവാണെങ്കിൽ നീ ചെയ്തോ. ഇത് കേട്ടിട്ട് അസിസ്റ്റന്റുമാര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നുണ്ട്.
സൈന് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നൈസായിട്ട് അഖിനെ ജിന്നിന്റെ കാറിൽ കൊണ്ടിരുത്തിയിട്ട് ഓരോന്നും പറഞ്ഞങ്ങ് മുങ്ങി. നമ്മുടെ 21 ഡേ ചലഞ്ചിലെ ഡേ 1 ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. കാറിൽ കയറിയ അഖിന് കുടിക്കാൻ വേണ്ടിയിട്ട് ജിന്ന് ഓൾറെഡി ചോക്ലേറ്റ് മിൽക്ക് അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം അഖിൻ മാസ്ക് ഒക്കെ വെച്ചോണ്ടാണ് കാറിൽ കയറിയത്. കാരണം ജിന്നിന്റെ കൂടെ ഇവൻ പോകുന്നത് ആരും കാണരുതെന്ന് കരുതിയിട്ടാണ്. ഓരോ ദിവസം കൂടുന്നോറും അഖിൻ ജിന്നിന്റെ അടുത്ത് കംഫർട്ടബിൾ ആയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അഖിൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കയറിയപ്പോ അവിടെ ജിന്ന് ഒളിച്ചിരിക്കുവായിരുന്നു. പുറത്ത് അഖിന്റെ അസിസ്റ്റന്റ് വെയിറ്റ് ചെയ്യുന്നോണ്ട് ജിന്ന് അവന്റെ ടാബിൽ അഖിനെ ചോദിക്കാനുള്ളതൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നു. ഇന്ന് 21ാമത്തെ ദിവസമാണ്. ഇതുവരെ നിനക്ക് എന്നോട് ഇത്തിരി പോലെ ഇഷ്ടം തോന്നിയിട്ടില്ലേ? ഇനി ഇല്ലെങ്കിൽ സാരമൊന്നുമില്ല, ഞാൻ ഇനിയും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോളാം. ഇത് വായിച്ചിട്ട് അഖിൻ ആകെ ബ്ലഷ് ആവുന്നുണ്ട്. ജിന്ന് ഒരു കാര്യം കൂടെ ചോദിച്ചു, ഞാൻ നിന്നെ കിന്നെന്ന് വിളിച്ചോട്ടെ പ്ലീസ്? ഓക്കെ ആണെങ്കിൽ ഒരു തവണ കണ്ണിറുക്കി കാണിക്കും. അഖിനും അത് ഓക്കെ ആയിരുന്നു. 21ാമത്തെ ദിവസം ജിന്ന് അഖിന് കൊടുക്കാൻ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നത്. അവര് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പോവാൻ വേണ്ടി നിൽക്കുമ്പോ ജിന്ന് ആകെ എക്സൈറ്റ്മെന്റ് കാരണം ഭയങ്കര സന്തോഷായിട്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് അഖിനും നീ എന്താ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണേ എന്ന് ചോദിച്ചു. അതൊരു സീക്രട്ടാണ്. അവിടേക്കപ്പോ ജിന്നിന്റെ അസിസ്റ്റന്റ് വന്നിട്ട് 1 മണിക്കൂർ ഒന്ന് ഫാൻസിന്റെ കൂടെ ലൈവ് പോവാമോ എന്ന് ചോദിച്ചു. ജിന്നിനാണേല് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഷൂട്ടിംഗ് കഴിഞ്ഞ പാടെ അഖിന് ആ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ലൈവ് ചെയ്യാന്ന് അവൻ പറഞ്ഞു. അഖിനും ലൈവില് ജോയിൻ ചെയ്തു. ജിന്ന് ചെറുതായിട്ട് ലൈവില് വെച്ച് അഖിനോട് ഫ്ലേർട്ട് ചെയ്തു. എന്തോ അവനതത്ര ഇഷ്ടായിട്ടില്ലാന്ന് തോന്നുന്നു. രണ്ടാളും കൂടെ ഒരു പാട്ട് പാടാമോന്ന് ഫാൻസ് ചോദിച്ചപ്പോ അഖിൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി. അവനന്ന് സൈന്റെ കൂടെയാണ് തിരിച്ചു പോയത്. അവൻ എത്രയോ വർഷമായിട്ട് സൈന്റെ കൂടെ ഈ കാറിലാണ് പോകുന്നത്. പക്ഷെ അപ്പോ അവൻ ആ കാറിലിരുന്നിട്ട് ഒരു കംഫർട്ട് തോന്നുന്നില്ല. നീ ഈ കാറിൽ എന്തെങ്കിലും ചെയ്തോ എന്ന് വരെ അവ സൈനോട് ചോദിക്കുന്നുണ്ട്. ഇവന്റെ ഈ വെപ്രാളം കണ്ടിട്ട് സൈന് പറഞ്ഞു, നീയും ജിന്നുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോയി പറഞ്ഞു തീർക്ക്. നാളെയാണെ ഷൂട്ടിംഗ് ഒന്നും ഇല്ല, പ്രശ്നങ്ങൾ വെച്ചോണ്ടിരുന്ന് വശമാക്കരുത്. പിന്നീടുള്ള ദിവസം ജിന്ന് അഖിനോട് സംസാരിക്കുന്നേയില്ല. അഖിൻ അങ്ങോട്ട് ചെന്ന് മിണ്ടിയിട്ട് കൂടി ജിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. ഫോൺ എടുത്ത് നോക്കിയ അദ്ദേഹം അഖിന് ഹെയ്റ്റ് ആണ് പോകുന്നത്. ലൈവിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോയോണ്ട് ഫാൻസ് എല്ലാരും ഭയങ്കര ദേഷ്യത്തിലാണ്. ഈ സോഷ്യൽ മീഡിയയിലെ ഹെയ്റ്റ് ജെയ്ഡും കാണുന്നുണ്ടായിരുന്നു. അവൻ അതുകൊണ്ട് ഒരു ഏജൻസിയെ വിളിച്ച് ജിന്നിനെയും അഖിനെയും ട്രെൻഡിങ് ആയിട്ട് നമ്പർ 1 കപ്പിളാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അവരങ്ങനെ പുതിയ ഹാഷ്ടാഗും കാര്യങ്ങളും ഒക്കെ ഇറക്കി ഈ ഹെയ്റ്റിനെ പതിയെ പതിയെ മാറ്റി. അഖിൻ ഒരു ദിവസം ജിന്നിന്റെ കൂടെ ഇന്ന് സംസാരിച്ചായേ പറ്റുമെന്ന് വിചാരിച്ച് അവന്റെ കാറിന്റെ അടുത്ത് വന്ന് നിന്നു. ഇന്ന് നീ എന്നെ ഡ്രോപ്പ് ചെയ്യണമെന്നും പറഞ്ഞ് ജിന്നിന് ഒരു എക്സ്ക്യൂസ് പോലും പറയാൻ ടൈം കൊടുക്കാണ്ട് അഖിൻ കാറിൽ കയറി. നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യണേ എന്ന് അഖിൻ ചോദിച്ചിട്ടും ഞാൻ നിന്നെ അവോയ്ഡ് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ജിന്ന് അവന്റെ ടിക്ടാക്ക് മുട്ടായി അഖിന് കൊടുത്തു. ജിന്ന് ഒരു വിധത്തിലും തന്നോട് സംസാരിക്കാത്തോണ്ട് അഖിന് ആകെ ദേഷ്യം വന്നു. അഖിൻ അവനെ നിർബന്ധിച്ച് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചോണ്ട് പോയി. റൂമിലെത്തി അഖിൻ ജിന്നിനെ കിസ് ചെയ്യാൻ തുടങ്ങി. ജിന്ന് അവനെ പിടിച്ചു മാറ്റി. നിനക്കല്ല എന്നെ ഹഗ് ചെയ്യണോന്ന് പറഞ്ഞേ, ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? അഖിന് സങ്കടമായി എന്ന് മനസ്സിലാക്കി ജിന്ന് ആ സത്യം പറഞ്ഞു. ജിന്നിന് പനിയാണ്. അഖിന് കൂടി പനി പിടിക്കണ്ടെന്ന് കരുതിയാണ് അവൻ മാറി നടന്നത്. അല്ലാണ്ട് അഖിൻ കരുതിയ പോലെ ജിന്ന് പിണങ്ങിയിരിക്കൊന്നും അല്ലായിരുന്നു. അങ്ങനെ പിണങ്ങിയിരിക്കാൻ ജിന്നിന് ഒട്ടും പറ്റത്തുമില്ല. അഖിന് ഇത് കേട്ടിട്ട് സങ്കടായി. അവൻ ജിന്നിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പിന്നീട് ജിന്നിന്റെ കോൾഡ് മാറാൻ വേണ്ടി അഖിൻ അവനക്കൊരു കാപ്പി ഇട്ട് കൊടുത്തു. ഞാൻ കരുതി നീ എന്നെ വെറുത്തുവാണോന്ന്. ഒരിക്കലുമില്ല അഖിൻ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ വെറുക്കില്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അഖിൻ ഇത് കേട്ടിട്ട് ജിന്നിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി കൈ നീട്ടി. പിന്നെ ഹഗിലൊന്നും നിന്നില്ല, അതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് തന്നെ നീണ്ടുപോയി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.